ഇവിടെ ഇരിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. അങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ കഴിച്ച പ്രകൃതി അണിയിച്ചൊരുക്കിയ ഒരു ആർച്ച്, ഒരു റംബൂട്ടാൻ, തൊട്ട് അപ്പുറത്ത് നിൽക്കുന്ന വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു റംബൂട്ടാനും അത് താഴെ നിൽക്കുന്ന ഒരു വീട്ടിലെ ചെമ്പരത്തിയും ചേർന്ന് ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു ആർച്ചിൻ്റെ പ്രതീതി. എത്ര ഭംഗിയാണ്! ഈ ആർച്ചിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാൻ ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. നമുക്കത് ഈ ആർച്ച് പതുക്കെ കണ്ടാലോ? ഞാൻ ചിത്രീകരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വഴിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വഴി എന്ന് പറയുമ്പോൾ ഈ വഴിയിൽ നിന്നൊരു ഭാഗമാണ് വീട്ടിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. പ്രകൃതി ഒരുക്കിയ ഒരു ആർച്ച്. അതായത് ഞാൻ ഇവിടെ നട്ടു വയ്ക്കുന്നത് ഒരു ചെമ്പരത്തി. ആ ചെമ്പരത്തി ഇതേ മുകളിലോട്ട് നടന്നു പോയിരിക്കുന്നു. അടുത്തത് ഇപ്പുറത്തെ പറമ്പിൽ നട്ടിരിക്കുന്ന റംബൂട്ടാൻ. ഇവ തമ്മിൽ ഇതേ ചേർന്ന് ഒരു ആർച്ചിൻ്റെ പ്രതീതി ഉണ്ടോ? അതായത് ഒരു ആർച്ചിൽ ഞാൻ നിൽക്കുന്ന പോലെ ആ ആർച്ച് വേറൊരു വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് നട്ടു വെച്ചേക്കുന്നത് ഞാനും പിന്നെ തൊട്ടടുത്തുള്ള ചേട്ടനും. പക്ഷേ ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും വീട്ടിലേക്കല്ല ഈ ആർച്ച് വന്നിരിക്കുന്നത്, വേറൊരു വീടാണ്. ആ വീടാണ് ഫ്രണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ആ വീട്ടിലേക്കുള്ള ഒരു ആർച്ച്. പിന്നെ ആർച്ച് നോക്കിയതേ ഇപ്പം നമുക്ക് തൂക്കിയമ്പരത്തികളുടെ പൂക്കൾ തൂങ്ങി അപൂർവമായ അതേ പൂക്കൾ ഉണ്ടോ? അത് മാത്രമല്ല അതേ ഐസ്ക്രീം ചെടി നാട്ടെ ഇതിന് പറഞ്ഞത്. ഐസ്ക്രീം ചെടിയെ തൂക്കിയമ്പരത്തി വീണ്ടും ഇവിടെ ഒരു ആർച്ച് പോലെ വന്നിരിക്കുന്നു. അത്തേലും നിറയെ പൂക്കൾ. ഇത് മാത്രമല്ല അതേ താഴോട്ട് നോക്കിക്കേ, വീണ്ടും ദേ പൂക്കൾ, ബോൾസ്. ഇത് യൂജീനിയ എന്നൊരു ചെടി, പിന്നെ ചൈനീസ് ബോൾസ്. വാടാമുല്ല. അടുത്തത് വീണ്ടും വാടാമുല്ല. കുറച്ച് ചെടികൾ കണ്ടോ? അടുത്തത് സീനിക ഉണ്ടോ? അതായത് ശരിക്കും നമുക്ക് ഒരാർച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക സന്തോഷം. കുറച്ച് ചെടികൾ ഞാൻ മാത്രം പിടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആർച്ച് ഇങ്ങനെ പ്രകൃതി ഒരുക്കിയ ഒരു ആർച്ചാണ്. പ്രകൃതി ഒരുക്കിയ ഒരു ആർച്ച്, ശരിക്കും ഒരാർച്ച്. ഇത് കണ്ടിട്ട് കൂട്ടുകാർക്ക് എന്ത് തോന്നുന്നു? മനോഹരമായ ഒരാർച്ച്, പ്രകൃതി തന്നെ ഒരുക്കിയ ഒരാർച്ച്. ഇതേ ദൂരേക്ക് എങ്ങും പോകണ്ട എനിക്കൊരു വീഡിയോ ചെയ്യാനായിട്ട്. ആ ചെമ്പരത്തിയുടെ ചോടാണിത്. വലുതായി നല്ല വണ്ണം വെച്ചേക്കണം, വണ്ണം വെച്ച്. ഇതിങ്ങനെ ആർച്ച് പോലെ നിൽക്കുന്ന കാരണമാണ് ഇത് വെട്ടിക്കളയാത്തത്. ഇടയ്ക്ക് ചില കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ച് കളയും പക്ഷേ പൂക്കൾ മൊത്തം താഴോട്ടാണ് നിൽക്കുന്നത്. വീണ്ടും ഇവിടെ ഞാനൊരു ആർച്ച് ഉണ്ടാക്കാൻ നോക്കിയത് 2 ചെമ്പരത്തി, പക്ഷേ അത് ഇതുവരെ ആർച്ചായിട്ടില്ല. ഇതാണ് ആർച്ച്. ഇത് കണ്ടപ്പോഴൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കുറച്ച് ചെടികൾ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ആർച്ചിന് വേണ്ടി 2 ചെമ്പരത്തി നട്ടു തുറന്ന ഈ ചെമ്പരത്തി നിൽക്കുന്നു. പിന്നെ അതിനോട് ചേർന്നതേ ഒരു കനകാമ്പരം, പഴയകാലത്തെ ചെടികളാണ്. വീടെന്താ കുറച്ച് ഇലച്ചെടികൾ, പിന്നെ ദേ കുറച്ച് ബോൾസ്. ഇതെന്താ കുറച്ച് ബോൾസുകളേ ഉള്ളൂ. ഇപ്പോൾ 2 കളറാണ് നിലവിൽ പൂത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി ഉണ്ട്. ഇവിടം വരെ ഉണ്ട് ബോൾസ്. ഈ കുറച്ചുകൂടി അവിടെ ഇവിടെ ആയിട്ട് ഓരോരോ ബോൾസുകൾ നിൽപ്പുണ്ട്. പിന്നെ പൂച്ചെടി മാത്രമല്ല ഞാൻ നടുന്നത്, ഒരു ചേമ്പ് അത് നടുക മാത്രമല്ല ഞാനത് കറി വയ്ക്കാനും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇഞ്ചി. പക്ഷേ ഇഞ്ചിയുണ്ട് ഉണ്ടോ? ഇഞ്ചിയാന്ന് പറയുന്നത്. അകലെന്ന് നോക്കിയാൽ പൂവേ കാണാനുള്ളൂ, ഈ ചെടികളുടെ പൂവേ ഉള്ളൂ. പിന്നെ അതാ വഴുതന. പിന്നെ ഇവിടെ മത്ത ഞാൻ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുവട് അങ്ങ് പടർത്തി വിട്ടേക്കണം. ഒരു ചുവട് ഈ മരത്തേൽ കയറ്റി വിട്ടേക്കണം. ആ സൈഡിൽ കൂടി കയറി പോകുന്ന മത്തയാണ്. ഈ മരത്തിൽ തന്നെ മരം എന്ന് പറയുമ്പോൾ ഒരു പ്ലാവും ഒരു മാവും കൂടിയാണ്. അത്തേത് മഞ്ഞക്കോളാമ്പി. പിന്നെ അതിനോട് ചേർന്നൊരു പോസ്റ്റുണ്ട്. പിന്നെ ഇതാ നിൽക്കുന്ന പൂക്കൾ മധുമാലിനി, അതായത് റോഡ് സൈഡിൽ കൂടിയൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. നിറയെ കൊല കുത്തി നിൽക്കുന്ന ചെടി. ഇപ്പോൾ അതിൽ കുറേ പൂക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പോസ്റ്റയിലേക്ക് ചേർത്ത് ഞാൻ മന്ദാരം എന്ന ചെടി, വെള്ളപ്പൂവുള്ള പൂ നോക്കട്ടെ. മഴ പെയ്തപ്പോൾ കുറേ പോയി, മഴക്കാലമായിരുന്നു. മന്ദാരത്തിൻ്റെ പൂവുള്ള നിൽക്കുന്നത്. പിടിച്ചു വെക്കാൻ നോക്കട്ടെ പറ്റുമെന്ന്. പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും കാണിക്കാമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതോടൊപ്പം നിൽക്കുന്ന മന്ദാരത്തിൻ്റെ കൊഴിഞ്ഞു പോയി തുടങ്ങി മന്ദാരത്തിൻ്റെ പൂവും കായ്കളും. ഇതിൻ്റെ പോസ്റ്റയിലേക്ക് പൊക്കിക്കകത്ത് കെട്ടി വെച്ചേക്കാം. അത് എവിടെ ഒരു പൂവുണ്ട്, ഇടയ്ക്കൊരു പൂ, മന്ദാരത്തിൻ്റെ ഒരു പൂവ്. പിന്നെ 2 വാഴ. അത് കൂടാതെ ഇത്തയിലേക്ക് ഞാൻ വീണ്ടും ഒരു ചെടി കൂടി കയറ്റി വിട്ടേക്കുന്നു, നക്ഷത്രമുല്ല. എന്താ നക്ഷത്രമുല്ല കയറിപ്പോയേക്കണം. അത് പൂവായില്ല, അങ്ങ് മോൾവശം വരെ. ശ്രദ്ധിച്ച് നോക്കിയാലേ കാണത്തത്. അടുത്തൊന്ന് വീഡിയോ ചെയ്താ നക്ഷത്രമുല്ലയാണ്. അതായത് ഇത് കയറിപ്പോകുന്നത് മഞ്ഞക്കോളാമ്പി, വലിയ മഞ്ഞക്കോളാമ്പിയാണ്. പിന്നെ കുറച്ച് ഇലകൾ, കോളിയാസെന്നോ കണ്ണാടി ചെടി എന്നൊക്കെ പറയുന്നു. മഴ കാരണം എന്താ 10 മണി ചെടി മുഴുവൻ പോയിരുന്നത്. നല്ല കളറായിരുന്നു 10 മണി ചെടിയിലൊക്കെ. റോസാപ്പൂ പോലെ കളർ. ചെടി കണ്ടാലേ 10 മണിയാന്ന് പറയുന്നുണ്ടോ. ഇതിൻ്റെ മഴ വന്ന കാരണം എല്ലാം പോയി. അതുകൂടാണ്ട് കോഴിച്ചീര, മനോഹരമായ ഇലച്ചെടി. പിന്നെ ഒരു പ്ലാസ്റ്റിക് മുല്ല. പിന്നെ ഒരു കോഴിച്ചീര അഥവാ വെൽവെറ്റ് ചീര. അത് വെൽവെറ്റ് ചീരയുടെ ഒരു കമ്പ് ഞാൻ നട്ടതാണ്. ഉണ്ടോ ചെടി ഭംഗി, ചെടി തന്നെ ഭംഗിയാണ്, സുന്ദരിയാണ്. അതിൻ്റെ തണ്ടിനും ചുവന്ന കളറ്, പൂവിനും കളറ്. അത് കമ്പ് നട്ടാണ് അധികം വളർച്ചയായിരുന്നു. ഇത് വലുതാകുന്ന ഒരു ചെടി, ഒരാൾ വളരെ പൊക്കത്തി വരെ വളർന്ന 1 വർഷം നിൽക്കുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇനി വേറെ ആളുകൾ നട്ടു വെച്ചിരിക്കുന്ന ചെടികളാണേ. ഇതെല്ലാം നമ്മുടെ വഴിയിലോട്ട് വരുന്നു. ടെക്കോമ എന്ന മഞ്ഞച്ചെടി, മരം പോലെയാകുന്ന മഞ്ഞച്ചെടി.
അതുകൂടാതെ വീട് ചെടികളാണ്. വീട് ഒരു ചെടി കൂടി ഉണ്ട്, ഇലച്ചെടിയാണ്. ഇത് കാണുമ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ തോന്നിപ്പോവാ. കോളാമ്പിയാണേ. ഈ ചെടി നട്ടു വെച്ചേക്കണത് ഞാനല്ല, ഈ ചെടി എല്ലാം അടുത്തടുത്ത് വന്നു. അത് മാത്രമേ ഉള്ളൂ. വഴി അലങ്കരിച്ചപ്പോൾ ഞങ്ങൾ 2-3 വീട്ടുകാരനെ വഴി അലങ്കരിച്ചപ്പോൾ ഇത് അടുത്തടുത്ത് ബാക്കി ചെടികളെല്ലാം വന്നു മനോഹരമാക്കി അങ്ങനെ വെച്ചേക്കുന്നതാണ്.